ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ളൊരു വ്ളോഗുമായിട്ടാണ്. അപ്പം നമ്മൾ താമസിക്കുന്ന ഇവിടെ നിന്ന് തിരുപ്പതിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ഒരു 60 കിലോമീറ്റർ ദൂരമായിട്ട് ഒരു തലക്കോന വാട്ടർഫാൾ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയത്. അത് നല്ല രസമാണ് പോകാനായിട്ട് കേട്ടോ. അപ്പം ഒരുപാട് രണ്ട് സൈഡിലും ഒരുപാട് കൃഷി തോട്ടങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പം ഹൈ റേഞ്ച് ഏരിയയാണ് കേട്ടോ. നമ്മളങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോകുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഫോറസ്റ്റ് ഏരിയയാണ്. അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ എത്തുമ്പോഴാണ് ഈ തലക്കോന വാട്ടർഫാള്. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ അങ്ങനെ വ്ളോഗായിട്ട് ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം ഞാൻ നമ്മൾ പോകുമ്പോൾ ആ ഒരു വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് പോയി ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ കരുതി എന്തായാലും ഒന്ന് എടുക്കാമെന്നുള്ളത്. അങ്ങനെ വെറുതെ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇത് നമ്മളുടെ ഓർമ്മയിലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്ത് വെച്ചെന്നേ ഉള്ളായിരുന്നു. കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലവും അതേപോലെ തന്നെ കുറച്ച് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സ്ഥലമായതുകൊണ്ടാണ് പിന്നെയും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാനങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ഒരുപാട് ടൊമാറ്റോ, പിന്നെ അതേ കണക്ക് തന്നെ നമ്മളുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, ഗ്രൗണ്ട് നട്ട്, അത് പിന്നെ ഒരുപാട് വാട്ടർ മെലന് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കൃഷി തോട്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഹൈ റേഞ്ചിലോട്ടങ്ങ് പോകുന്നത്. ഞങ്ങളവിടെ പോയിട്ട് വന്നിട്ട് തന്നെ ഇപ്പം കുറച്ച് ദിവസങ്ങളായി. പക്ഷേ ഞാൻ വീഡിയോ അങ്ങനെ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്രയും നല്ല ഭംഗിയുള്ള കാഴ്ചകളല്ലാതെ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണാനായിട്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു 7 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 9 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല വെയിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. 9 മണി ആയപ്പോൾ തന്നെ നല്ല ഉച്ചയുടെ അതേപോലെ ഉള്ള വെയിലാണ് കാണുന്നത്. എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ കുറേ പൂക്കളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം പൂച്ചെടികൾ, അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ടൊക്കെ പയർ ഇവർ നട്ടിട്ടുണ്ട്. അപ്പോൾ പൂ പിടിക്കുന്ന ചെടികളും പയറും കൂടി ഇങ്ങനെ ഇടകലർത്തിയാണ് കേട്ടോ നട്ടിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ വാട്ടർഫാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ താമസിക്കുന്ന വീടിൻ്റെ ഹൗസ് ഓണർ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ നാടാണ് ആ വാട്ടർഫാളിൻ്റെ ഭാഗത്തായിട്ടാണ് അവരുടെ നാട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളിതിനെപ്പറ്റി അറിഞ്ഞിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ അവരുടെ ബ്രദറിൻ്റെ കപ്പലണ്ടി കൃഷി ചെയ്യുന്ന ഏരിയയാണിത് ഇത്. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കയറിയില്ല. അപ്പോൾ വാട്ടർഫാളിലൊക്കെ കയറിയതിന് ശേഷം തിരിച്ചു വരുമ്പം അവരുടെ ബ്രദറിന് കപ്പലണ്ടിയുടെ തോട്ടവും അവർക്ക് പിന്നെ ഈ മാംഗോ തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചു വരുമ്പം കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ പോവുകയാണ്. ഏകദേശം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ വണ്ടി പാർക്ക് ചെയ്യണം. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നടക്കണം കേട്ടോ. നടക്കുമ്പോഴാണ് പിന്നെയാണ് വാട്ടർഫാൾ ഉള്ളത്. അങ്ങനെ നമ്മളും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി അങ്ങോട്ടേക്ക് പോവുകയാണ്, തലക്കോന വാട്ടർഫാളിലേക്ക്. പിന്നെ ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ്. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഇതിനു മുമ്പ് ഇവിടെ ഷൂട്ടിന് വന്നിട്ടുണ്ട്. ഏത് ഫിലിമാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാര്യം എല്ലാവരും പറഞ്ഞുള്ളൊരറിവേ എനിക്കുള്ളൂ. പിന്നെ ഇതൊക്കെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇതിനകത്ത്
ആക്കിയതാണ് വീഡിയോയുടെ ഇടയ്ക്ക്. കാര്യം അധികം വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ഫോട്ടോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ നല്ല സൗണ്ടും ആൾക്കാരുടെ ബഹളമൊക്കെയാണ് കേൾക്കുന്നത്. ഈ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണെങ്കിൽ നല്ല തണുത്ത വെള്ളമായിരുന്നു. പോരാത്തതിന് ഇത് എന്തോ ഒരു ഔഷധ ഗുണമുള്ള വെള്ളമാണ് ഇങ്ങനെ ഒഴുകി വരുന്നതെന്നാണ് പറയുന്നത് ഈ മലയുടെ മുകളിൽ നിന്ന്. കുറച്ച് ആൾക്കാരൊക്കെ ചെറിയ ചെറിയ ബോട്ടിലിനകത്ത് ഈ വെള്ളം എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ചു വരാറായി. ഇപ്പം 3 മണിക്കൂറൊക്കെ കഴിഞ്ഞേട്ടാ, ഞങ്ങൾ 3 മണിക്കൂറൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇഷ്ടം പോലെ കുരങ്ങന്മാരുടെ ബഹളമായിരുന്നു കേട്ടോ. അപ്പം അവർ ഈ കുരങ്ങന്മാരാണെങ്കിൽ ഒരു മരത്തിനകത്ത് ഇങ്ങനെ ഓടിക്കയറുന്നു, പിന്നെ വെള്ളത്തിലേക്ക് ചാടുന്നു, അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും കയറുന്നുണ്ട്, പിന്നെയും വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കപ്പലണ്ടി കൃഷി ചെയ്യുന്ന സ്ഥലമെന്ന്, അപ്പോൾ അവിടെ നിന്ന് കയറുവാണ്. കപ്പലണ്ടി ഇതാ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അതിൻ്റെ ചെടിയെല്ലാം എന്താ ഇവിടെ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് അവരിങ്ങനെ കുറേ പേരിങ്ങനെ ഇരുന്നിട്ട് കപ്പലണ്ടി ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. വേര് പോലുള്ള ഭാഗത്താണല്ലോ ഇത് പിടിക്കണത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പിടിച്ച് അവരൊരു പാത്രത്തിലേക്ക് ഇടുവാണ്. കുറേ പേരിങ്ങനെ ഈ കമ്പൊക്കെ ഇങ്ങനെ കുത്തിവെച്ച് അതിൻ്റെ മുകളിലായിട്ട് കപ്പലണ്ടിയുടെ ചെടി തന്നെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ വെയിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെ കുറേ പേര് വെയിലത്ത് ഇരുന്ന് തന്നെ ചെയ്യുന്നുണ്ട്. കപ്പലണ്ടി പറിച്ചിടുന്നത് ഒരു പാത്രത്തിനകത്താണല്ലോ. എന്നിട്ട് ആ പാത്രം നിറയുമ്പോൾ എന്താ ഈ ചാക്കുകളിനകത്താക്കി വെക്കും. എന്നിട്ട് ഈ ചാക്ക് നിറയുമ്പോൾ എന്താ ഇതേപോലുള്ളൊരു ഷീറ്റ് വിരിച്ചിട്ട് ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഇടും കേട്ടോ. അന്നേരം ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ഉണങ്ങുന്നതാണ് ഈ വണ്ടിയിലോട്ട് അവർ കയറ്റുന്നത്.
ഒരുപാട് അങ്ങ് ഉണങ്ങാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അവർ ഒന്ന് നിരത്തിയിടുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അവരത് അവർ കവർ നിറച്ച് കപ്പലണ്ടി നമുക്കും തന്നു. നല്ല സ്നേഹമായിരുന്നു അവർക്ക്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് വന്നവരാണെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു പ്രത്യേക സ്നേഹമാണ് കേരളക്കാരോട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് അടുത്ത് തന്നെയാണ് മാങ്ങാത്തോട്ടത്തിലേക്ക് വന്ന്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഹൗസ് ഓണറിൻ്റെ ആണെന്നിത്. അപ്പോൾ അവിടെ വെറൈറ്റി മാങ്ങകളാണുള്ളത്. ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് നിൽക്കുന്ന കാണാനായിട്ട്. ഇത്രയും താന്നൊക്കെ നിൽക്കുന്ന നല്ലൊരു കാഴ്ച. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെയൊക്കെ കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ അവിടെ എല്ലാം ഞങ്ങൾ ചുറ്റി നടന്ന് കുറേ ടൈപ്പ് മാങ്ങകൾ കണ്ടു. പിന്നെ അവിടെ ഇഷ്ടംപോലെ ഈ പന്നികളൊക്കെ രാത്രിയിൽ വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുപ്പികളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് കേട്ടോ. എന്നിട്ട് കുപ്പികളുടെ അടുത്തായിട്ട് ചെറിയ കമ്പി ഇങ്ങനെ കെട്ടിയിടും. അപ്പോൾ ഈ കമ്പി കാറ്റടി കൊള്ളുമ്പോൾ ഈ കുപ്പി ഇങ്ങനെ നനങ്ങുമ്പോൾ കമ്പിയും കൂടി ഇങ്ങനെ ഇതിനകത്ത് തട്ടി സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പം പന്നികളൊന്നും വരത്തില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ കെട്ടിയിട്ടേക്കും. മിക്ക മാവുകളിനകത്തും കെട്ടിയിട്ടിട്ടുണ്ട് ഇങ്ങനെ. നമ്മൾ ഇത്രയും നേരം ഇങ്ങനെ കണ്ട് വന്നത് വേറൊരു മാങ്ങയായിരുന്നു, നീളം മാങ്ങ. ഇപ്പം എന്താ ഇത് കണ്ടോ, ഇത് വേറൊരു ടൈപ്പ് മാങ്ങയാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു ചെറിയ മാവുമാണ്. അതേപോലെ ഒരുപാട് മാങ്ങയും പിടിച്ചിരിപ്പുണ്ട്. പിന്നെ ഇത് ബഡ് ചെയ്ത മാവാണ് കേട്ടോ. അപ്പം 2 ടൈപ്സ് ഓഫ് മാങ്ങയാണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നല്ല റൗണ്ട് മാങ്ങയാണ്. മറ്റേത് കണ്ടോ, നല്ല നീളമുള്ള മാങ്ങയാണ്. അപ്പോൾ ഒരു മാവിനകത്ത് തന്നെയാണ് ഈ 2 മാങ്ങയുള്ളത്. ഇത് കണ്ടോ, ഇത് വേറൊരു ടൈപ്പ് മാങ്ങയാണ്. അപ്പം എനിക്കിതിൻ്റെയൊക്കെ പേര് അറിഞ്ഞുകൂടാന്നുള്ളതേ ഉള്ളൂ കേട്ടോ.
ഈ മാങ്ങ ഉണ്ട്, ഈ മാങ്ങ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല റെഡ് കളറാണ് കേട്ടോ. അപ്പം വിളഞ്ഞിട്ടൊന്നുമില്ല, വിളയാണ്ട് തന്നെ ഇങ്ങനെ റെഡ് കളറിലാണ് ആദ്യം തന്നെ ഉണ്ടാകുന്നത്. ഇതിങ്ങനെ അടുത്ത് കൊണ്ടുപോയിട്ടൊന്ന് കാണിക്കാമേ. മാങ്ങ കണ്ടോ, എന്ത് നല്ല കാഴ്ചകളാണ് ഇതൊക്കെ. പിന്നെ ഈ തോട്ടത്തിൽ ഇങ്ങനെ പഴുപ്പിക്കാനുള്ള മാങ്ങ മാത്രമല്ല കേട്ടോ, പഴുക്കുന്ന മാങ്ങ, പിന്നെ അതേപോലെ തന്നെ അച്ചാറിടുന്ന മാങ്ങ, പിന്നെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്, അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള അങ്ങനത്തെ പഴുക്കുന്ന മാങ്ങയുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഇവിടുന്ന്. അങ്ങനെ ഏകദേശമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങാനായിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ഹൗസ് ഓണർ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഹൗസ് ഓണർ പറഞ്ഞു നിങ്ങളെന്തായാലും കുറച്ച് മാങ്ങ കൊണ്ടുപോകാനായിട്ട്. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാവിൽ നിന്ന് ഇഷ്ടപ്പെട്ട മാങ്ങ പറിച്ചെടുത്തോളാണ് പറഞ്ഞത്. അപ്പം ചേട്ടനും മോനും കൂടി 2-3 പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും മതിയെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഹൗസ് ഓണർ വന്നിട്ടില്ല, 3-4 കൂടി പറിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറിച്ചു തരുവാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു യാത്ര നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു. വാട്ടർഫാൾ നല്ല അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ഇങ്ങനെ കൃഷി ഏരിയാസൊക്കെ നമ്മൾ കുറേ കണ്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ ഞാൻ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.